उसकी आंखों में फैला काजल, बातों से करती घायल, सांसों में उसका ही है नाम। मेरी नींदें उड़ी है जब से तू आ गई जीवन में, रोशन कर दे तू मुझको आज। उसकी आंखों में फैला കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഒരാളുടെ കേട്ടോ, ആമിനാൻ്റെ വെഡ്ഡിങ്. അപ്പോൾ ഇന്ന് മൈലാഞ്ചി ഇടുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജ് എല്ലാം എടുത്ത് ആയിഷൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആയിഷൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. അവിടേക്ക് ആമിന വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ മൈലാഞ്ചിയും കുറച്ച് മുല്ലപ്പൂവും വളയും സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അവർ മൈലാഞ്ചി ഇടൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനഘ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ ആരുമില്ല, ആയിഷയും ഞാനും ആമിനയും മാത്രമേ ഉള്ളൂ. ആമിന മൈലാഞ്ചി ഇടാൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആയിഷൻ്റെ ഉമ്മ എനിക്ക് ഡോണറ്റ് ഉണ്ടാക്കി തന്നു. ഓൾസോ ഞാൻ അവിടെ സൈഡിൽ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എഴുതാനും പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്താണ് ഞാൻ ആയിഷൻ്റെ വീട്ടിലേക്ക് വന്നത്. പിന്നെ മൈലാഞ്ചി ഇടൽ 2 കൈയിൻ്റെയും പുറത്ത് ഇങ്ങനെ ഇട്ട് സെറ്റായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആമിനാനെ ജസ്റ്റ് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആയിഷയാണ് കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തതും. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ചെടുക്കുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാനെല്ലാം കണ്ടിരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ മൈലാഞ്ചി ഇടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഷോർട്സ് വഴിയും എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് എന്താ സാരി എടുത്ത് ജസ്റ്റ് ഫോട്ടോസ്. അപ്പം ഞാനെന്താ ഒരു ഗ്രീൻ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഞാനും ആയിഷ എന്ത് ചെയ്തു, 2 സൈഡ് ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയും പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വ്ളോഗില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ മിസ് ചെയ്തോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻസിൽ അറിയിക്കുക. ഇത് നമ്മൾ രാത്രിയാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. ഞാനൊരു 6 മണി 7 മണി ആ ടൈമിലൊക്കെയാണ് ആയിഷൻ്റെ വീട്ടിലേക്ക് പോയിരുന്നത്. 6 മണി ടൈമിലാട്ടോ പോയത്. അങ്ങനെ പിന്നെ അവരെന്ത് ചെയ്ത് സാരി എല്ലാം മാറ്റി പിന്നെ ബാക്ക് ടു മൈലാഞ്ചി ഇടുന്ന പണിയിലൊക്കെ നിന്ന്. അപ്പം ഞാനിങ്ങനെ മുല്ലപ്പൂ എടുത്ത് നോക്കുക. നമുക്ക് പണ്ടൊക്കെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും മുല്ലപ്പൂ ഉണ്ടാവില്ല. എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ നേരം മുല്ലപ്പൂ അങ്ങനെ നോക്കി നിന്നു. സോ തലേ ദിവസത്തെ വ്ളോഗ് ഇവിടെ തീർന്ന്. ഇനി തലേന്നൊക്കത്തിൻ്റെ വ്ളോഗാണ്. ഇതെല്ലാം കൂടി ഞാനൊരു കുഞ്ഞു വ്ളോഗാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിതാ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് കിട്ടി. ഷാനിബയും ഞാനും ഫിദയും ഫിറുസായിരുന്നു ഉണ്ടായിന്. അങ്ങനെ ആമിനെ നമ്മൾ വന്നതിന് ശേഷമാണ് മാറ്റിയത്. അന്നും അവളൊരു സാരി ആയിരുന്നു. നമ്മളൊരു പണ്ടത്തെ ഉമ്മമാരുടെ ഒക്കെ സാരി പോലത്തെ ഒരു സാരിയും അതിലേക്ക് നെറ്റൊക്കെ വെച്ചിട്ട്. ഇത് അവളുടെ ഉമ്മൻ്റെ അല്ല, ഇത് അവളുടെ സിസ്റ്ററിൻ്റെ സാരിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ജന്നയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി നിന്ന് കുറച്ച് എസ്തെറ്റിക്സ് ഒക്കെ നോക്കി പിന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ തലേന്നത്തെ രാത്രി പരിപാടിയും അങ്ങനെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് എൻഡ് ചെയ്തു. ഇനിയാണ് കല്യാണ ദിവസത്തെ വ്ളോഗ്. ഒരു പിങ്ക് ആയിരുന്നു നമ്മുടെ തീം. അപ്പം ഞാനിതൊരു എൻ്റെ കയ്യിലുള്ളൊരു പിങ്ക് സാരിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ പിങ്കൊന്നും അവരുടെ പിങ്കായിട്ടൊരു ബന്ധമില്ല. എല്ലാവരുടെ പിങ്കും പല ടൈപ്പ് ഓഫ് പിങ്കുകളാണ്. ഞാൻ എൻ്റെ പൊതിലി ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സാരി എടുത്ത് ആദ്യമായിട്ടാണ് ഇത്ര നല്ല വൃത്തിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് എന്തിൻ്റെ ഭയങ്കര പൊലിവുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ആദ്യം ഫിദൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് ഫിദയും ഫിർസയും ഞാനും ആയിഷയും ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്ന പ്ലേസിലേക്ക് വന്ന് അവിടുന്ന് ആമിനാൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്ത്. പിന്നെ ഞാനവിടെ ഫോൺ ടൈം ലാപ്സ് പോലെ വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കേട്ടോ. ക്യാമറമാനോട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പല ആംഗിളിൽ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാവരുടെ പിങ്കും പല ടൈപ്പ് ഓഫ് പിങ്കുകളായിട്ടുണ്ട്. അതിൽ നിന്നും എൻ്റെ പിങ്കാണ് കേട്ടോ ഭയങ്കര ഡാർക്കായിട്ട്. അപ്പം ഞാനും ചെന്നൈയും പിന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഫർസിക്ക് ബേബി ഉണ്ട്. അപ്പോൾ ഫർസി ബേബിനെ ഇട്ടിട്ട് ആദ്യമായിട്ടൊരു പരിപാടിക്കായിരുന്നു നമ്മളെ കൂട്ടത്തിലേക്ക്. അങ്ങനെ അത്യാവശ്യം കുറച്ച് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല എനിക്ക് സാരി ആദ്യമായിട്ട് എത്ര വൃത്തിയിൽ വരുന്നു. സോ അതിൻ്റെ ഒരു പൊലിവുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് എല്ലാവരും ഓരോ സൈഡിൽ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഈ സെയിം ഡേ തന്നെ വേറെ ബ്രൈഡ്സും വന്നിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. സോ അവരൊരു തലക്കിലും നമ്മൾ വേറെ തലക്കിലൊക്കെ ഇരുന്നുകൊണ്ട് ഫോട്ടോസ് എടുക്കണം. എൻ്റെ പിങ്കാണ് എല്ലാവരും പിങ്കിൽ നിന്ന് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്. ഓൾസോ ജെന്നിൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. തിരിച്ചെന്നല്ല, നമ്മൾ ഇനി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ടാണ് നിക്കാഹ് ഉള്ളത്. അപ്പോൾ ജെന്നായിട്ട് കാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളെല്ലാവരും കൂടി ഈ കാറിൽ കുത്തിത്തിരിക്കിയിട്ടാണ് പോയിരുന്നത്. നമ്മൾ ഭയങ്കര എടുത്തന്നെയുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ആമിനാൻ്റെ ബ്രൈഡ് ടു ബിക്ക് പോയത് ഞാൻ ഇന്നാളെ ഏതൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആമിന ഈസ് മാഷാല്ലാ സച്ച് എ ക്യൂട്ടി പി. ഇത്രയും ഒരു സാധു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓൾസോ ഇത് ആമിനാൻ്റെ ഫാമിലിയാണ്. അവരെല്ലാവരും ഒരു ബ്ലൂ ടച്ചുള്ള ഡ്രസ്സസ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി. അവിടെ നിൽക്കുക. പിന്നെ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറച്ച് സ്വീറ്റ്സ് കിട്ടി നമുക്ക്. പിന്നെ അവരുടെ എൻട്രി ആയിരുന്നു ആമിനാൻ്റെ. ഇത്രയും ഒരു കൈൻഡ് ആയിട്ടുള്ള ഇത്രയും ഒരു പാവം സ്വഭാവമുള്ളൊരു കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളിയാണ് ആമിന. അങ്ങനെ പിന്നെ ആമിനാൻ്റെ ഉമ്മയും ഉപ്പയും ചെക്കനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ അവരുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ പെണ്ണിൻ്റെ കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ലപോലെ ടയേർഡായി. എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ട് തന്നെ
അങ്ങനെ ആമിനാൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ദെൻ എനിക്ക് ഒരു പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഷോൾ തന്നെയുണ്ട് എൻ്റെ ഫേവറേറ്റ്. എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ജേഴ്സി ഹിജാബ് ആണോ ചോദിച്ചാൽ ജേഴ്സി ഹിജാബ് അല്ല, പക്ഷേ അതിൻ്റെ ലൈക്ക് ഒരു ജേഴ്സി ഹിജാബ് തന്നെയാണ്, പക്ഷേ അത്രയും ഭയങ്കര തിന്നായിട്ടൊന്നുമല്ല കേട്ടോ. അതിലേക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഷർട്ട് ഉണ്ടല്ലോ, അദ്ദേഹം സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പിങ്ക് ഷർട്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ പെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള എൻ്റെ വൈറ്റ് ലെഗ് പാൻസ് ആണ്. ഇതും ഞാൻ വേറെ ഒരു പരിപാടിക്ക് ഇട്ടതായിരുന്നു കോളേജിൽ നിന്ന്. സോ നമ്മുടെ തീം എന്ന് പറയുന്നത് പോപ്പിൻസ് കളേഴ്സ് പോലെയായിരുന്നു, മിക്സഡ് കളേഴ്സ്. അപ്പം ഞാൻ ചൂസ് ചെയ്ത കളറാണ് ഈ ഒരു പിങ്ക്. ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ആയിപ്പോയി, ഒരു ബേബി പിങ്ക് പോലെ. സോ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ള പാൻറ് ഇതാ, ഞാൻ പറഞ്ഞില്ലേ നല്ല ലൂസായിട്ടുള്ളൊരു ബാഗിയാണ്, പക്ഷേ അത് കുറേ മേലേക്ക് കയറ്റി വെച്ച് ഇതിൻ്റെ ലൂസ് ഞാൻ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ അതൊക്കെ ഇട്ട് ഞാനിതായി ഈ ലോഫേഴ്സാണ് കേട്ടോ ചെരുപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇടുന്നത്. അതുകൊണ്ട് ചെറിയ ലൂസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായി. പിന്നെ ഫസ്റ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു പൊലിവുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എവിടെ പോകാൻ വേണ്ടി റെഡി ആയാലും ഈ ഒരു മിററിൻ്റെ മുന്നിൽ വന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഫിറ്റ് ചെക്ക് നടത്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. സോ നിങ്ങൾ പറയൂ, നിങ്ങൾ കമൻസിൽ പറയണേ എനിക്ക് ട്രഡീഷണൽ വിയർ ആണോ അതോ മോഡേൺ വിയർ ആണോ മാച്ച് ഉള്ളത് എന്നുള്ളത്. ഈ പാൻറ്റ് താഴത്തേക്ക് നല്ലോണം ബാഗായി കിടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അരൻ്റെ അവിടെ കുറച്ച് ടൈറ്റ് ആക്കി വെച്ചിട്ടാണ് ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി നമ്മൾ കോളേജിൽ നിന്നുള്ളൊരു വ്ളോഗാണ്. വ്ളോഗ് എടുക്കുന്നത് ഫുള്ള് ഇഷാനയാണ് കേട്ടോ. കോളേജ് വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ കോളേജ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. അതെ, ഞങ്ങളത് മിസ് ചെയ്തിട്ടുണ്ട്. ഏതാ മാമാരത്തിന്റെ ലിപ്സ്റ്റിക് ആണോ? പ്രൊമോഷൻ നമുക്ക് ഫ്രൂട്ടിന്റെ നമുക്ക് വീഡിയോ എടുക്കട്ടെ. നമ്മളെ ക്ലാസ്സിലെ ഫ്രൂട്ടി പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ ഫ്രൂട്ടി കുടിച്ചിട്ടല്ലോ, നിങ്ങൾ ഫ്രൂട്ടിനെ നേരത്തെ കണ്ടിരിക്കണം. ഞാൻ ഫ്രൂട്ടി എന്താ ഫ്രൂട്ടി എനിക്ക് പറയാം. അൻഷിതാൻ്റെ വ്ളോഗാണ്. ആണ് നമ്മുടെ ക്ലാസ്. ഇവിടെ ഏതാണ് നമ്മളെ ബെഞ്ച്. ഇത് നൂറ, ഇത് നിഷാന, ഇത് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇവർക്ക് എന്താ പണി? നിങ്ങൾക്ക് എന്താ പണി? ഗൈസ് ഇവിടെ എന്തൊക്കെയോ ചർച്ചയാണ്. ഇതെല്ലാവരും എന്താ നമ്മളെ യൂണിഫോം ടാഗൊക്കെ എനിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിശാനനെ ചൊറിഞ്ഞുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ക്ലാസ് ഇട്ട് വെച്ചിട്ട് ആരും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നൂറവിടെ ഒരു ബലൂൺ വിറപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ബലൂണ് സൈഡിൽ നിന്ന് മുട്ടുപിന്നിട്ട് കുത്തി പൊട്ടിക്കാനുള്ള ശ്രമങ്ങളേനു കേട്ടോ. അവസാനം അത് റിഷാനെടുത്തിട്ട് പൊട്ടിച്ച്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വിട്ടതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, നേരെ വീട്ടിൽ പോവാതെ എവിടെയെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോലെ വിചാരിച്ച്. ഞങ്ങളെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇതിൽ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്, എല്ലാവരും കാണുക. നമ്മളെ പാട്ടൊക്കെ ഇതേ പാട്ട് കഴിച്ചരാ. ഇന്നലെ എന്തേനോ ഇന്നലത്തെ വീഡിയോ ടുഡേ മൈലാഞ്ചി കാണിച്ചരാ. എല്ലാവർക്കും ഓണത്തിന് ഇടാ. ഇത് ഓണം ഓണം കൊണ്ട് പൂക്കളം കൊണ്ട് ഓളൊന്ന് വിളിച്ചാൽ മതി, ഓൾ ഇട്ട് തരും കേട്ടോ. എൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കട്ടോ. ഇതുണ്ടോ? ഞാൻ ഉണ്ട്, അക്കൗണ്ട് ഒരു ലോഡഡ് പ്രൈസ് ഉള്ളു. എങ്ങനെ ബാക്കി ലൈമിന്റെ പൈസ മതി. ഓക്കെ, അങ്ങനെ അവസാനം ലെറ്റ്യൂസ് ലോഞ്ച് പോകാന്നുള്ള പ്ലാനായിട്ട് ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഉണ്ട്. ഇങ്ങോട്ട് നോക്കേ, ജഹന ഇപ്പോൾ ക്യാരിയിങ് ആണ്, അതുകൊണ്ട് ജഹന വെച്ച് ബാക്കി എല്ലാവരും നമ്മളുണ്ട്.
നമ്മൾ 7 ആളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ലെറ്റ്യൂസ് ലോഞ്ചിൽ വന്ന് ലോഡഡ് ഫ്രൈസ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇന്ന് ഉച്ചക്ക് ഇട്ടപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡഡ് ഫ്രൈസിലാണ്, ലോഡഡ് ഫ്രൈസിലാണ്, നമ്മൾ ലെറ്റ്യൂസിലാണ്. നമ്മൾ ലെറ്റ്യൂസിലാണ്. അവിടെ വെളിച്ചം കിട്ടണം. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്യാൻസാ പറഞ്ഞിട്ടാ എന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ലോഡഡ് ഫ്രൈസ് നമ്മൾ 2 പെരി പെരി ലോഡഡ് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തിട്ട്. ഞാൻ എപ്പോഴും നോർമൽ കഴിച്ചിട്ട് തന്നെ എനിക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 പെരി പെരി വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലൈമ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലോഡഡ് ഫ്രൈസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോർമലിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ഉള്ളത് പെരി പെരിയാണ്. പെരി പെരി ആയതുകൊണ്ട് തന്നെ ഇനി സ്പൈസി ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു സ്പൈസി അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഇവരുടെ ലോഡഡ് ഫ്രൈസ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്ലേറ്റ് കൊണ്ട് വന്നതോടുകൂടി 10 മിനിറ്റ് കൊണ്ട് നമ്മളെ സംഭവം തീർത്തിട്ടോ. നമ്മൾ 7 ആളുണ്ടായിരുന്നു. അങ്ങനെ 2 പ്ലേറ്റ് മേടിച്ച് പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ തീർത്ത് പിന്നെ ജ്യൂസും കുടിച്ചപ്പോൾ തിരിച്ച് നേരെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്ത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ ഞാനും നിഷാനും നിതയും കൂടെ ഒരുമിച്ചായിരുന്നു ബൈക്കിൽ വന്നത്. സോ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.